നമസ്കാരം. കാത്തിരിപ്പിൻ്റെ ഇത്തിരി വെളിച്ചത്തിൻ്റെ തുരുത്ത് ഏറെ അകലെയല്ലെന്ന് വിശ്വസിക്കാൻ പഠിപ്പിച്ച ചിന്തകളാണ് ജീവിതത്തിൻ്റെ പ്രചോദനം. ഒറ്റപ്പെടലിലും വേദനയിലുമെല്ലാം ഏവരും പ്രതീക്ഷ അർപ്പിക്കുന്നതും ഈ വെളിച്ചത്തുരുത്തിലേക്കാണ്. വാർത്താധ്യായങ്ങളുടെ അതിവേഗ യാത്രയ്ക്കിടെ കാണാതെ പോകുന്ന വാസ്തവ ചിത്രങ്ങളുമായി കാഴ്ചയ്ക്കപ്പുറം വീണ്ടും പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. മധ്യ തിരുവിതാംകൂറിൽ ഏറെ പ്രചാരത്തിലുള്ള കായിക വിനോദമാണ് നാടൻ പന്തുകളി. കരകളുടെ പെരുമയും കരക്കാരുടെ കായിക ബലവും പരീക്ഷിക്കുന്ന ഈ കളിയുടെ ആവേശത്തിന്റെ അളവുകോൽ പഞ്ഞു നിറച്ച ഒരു തോൽപന്താണ്. കളിക്കാരും കാണികളും മത്സരങ്ങളും ഏറെയുണ്ടെങ്കിലും ഇന്ന് നാടൻ പന്ത് ഉണ്ടാക്കാൻ അറിയുന്ന ഒരേ ഒരാളെ ജീവിച്ചിരിപ്പുള്ളൂ. കോട്ടയം ഐമനം വല്യാട് കരിപ്പാലിൽ കുഞ്ഞുമോൻ. മറ്റ് കളി ഉപകരണങ്ങൾക്കെല്ലാം അന്താരാഷ്ട്ര ബ്രാൻഡുകൾ വിപണിയിലുള്ളപ്പോൾ കുഞ്ഞുമോന്റെ സ്വന്തം കരിപ്പാൽ ബ്രാൻഡ് നാടൻ പന്തിനെയും അതിന്റെ നിർമ്മാണ വഴികളെയും നമുക്ക് ഈ ലക്കം കാഴ്ചയ്ക്കപ്പുറത്തിലൂടെ പരിചയപ്പെടാം. നാടൻ പന്തുകളി ഫുട്ബോളോ ക്രിക്കറ്റോ ഹോക്കിയോ പോലെ ഒരു കളിയല്ല. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തനി നാടനായ കളി. ടിവിയിൽ കാണാത്ത, പ്രീമിയർ ലീഗുകളില്ലാത്ത, സമ്പന്നതയുടെ ചേരുവകളില്ലാത്ത, നാട്ടിൻപുറങ്ങളിൽ മാത്രം കാണുന്ന, വെറും കൈയും വെറും കാലും കൊണ്ട് അടിച്ചും തട്ടിയും മുന്നേറുന്ന വേറിട്ട കളി. കളിക്കാരുടെ മികവിനപ്പുറം നാടൻ പന്തുകളിയുടെ ആവേശവും കാണികളുടെ ആരവങ്ങളും നിറച്ചിരിക്കുന്നത് ഒരു ക്രിക്കറ്റ് ബോളിനോളം വരുന്ന ഈ തുകൽപന്തിലാണ്. കളിയെ മാറ്റി നിർത്തിയാൽ നാടൻ പന്തിനുമുണ്ട് കളിയോളം പഴക്കമുള്ള കഥ. ഇലപ്പന്തിൽ നിന്നും ഓലപ്പന്തിൽ നിന്നും തുണിപ്പന്തിൽ നിന്നും നാടൻ പന്തുകളിയുടെ ആവേശം തുകിലിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പഞ്ഞിക്കെട്ടിലേക്കെത്തിയ ആ കഥയ്ക്ക് കോട്ടയം കരിപ്പാൽ കുഞ്ഞുമോൻ എന്ന 57-കാരന്റെ പ്രയത്നത്തിന്റെയും വൈദഗ്ധ്യത്തിന്റെയും കളിക്കമ്പത്തിന്റെയും ചൂടും ചൂരുമുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മധ്യ തിരുവിതാംകൂറിന്റെ തനത് നാടൻ പന്തുകളിക്ക് പന്തുണ്ടാക്കി നൽകാൻ ഇന്ന് കുഞ്ഞുമോൻ മാത്രമേയുള്ളൂ. തുകലും നൂലും നാടൻ പഞ്ഞിയും കറുത്ത ചായവും കൊണ്ട് എങ്ങനെ ആവേശത്തിന്റെ രസക്കെട്ടുണ്ടാക്കുമെന്നത് കരിപ്പാൽ എന്ന് വിളിക്കുന്ന കുഞ്ഞുമോന് മാത്രമേ അറിയാവൂ. 1968 മുതൽ 1975 വരെ കുഞ്ഞുമോൻ നാടൻ പന്തുകളി ടൂർണമെന്റുകളുടെ താരമായിരുന്നു. കളിക്കാൻ പന്തു കിട്ടാതെ വന്നപ്പോൾ അന്ന് കുഞ്ഞുമോൻ എന്ന 17-കാരൻ പന്തു തുന്നലും തുടങ്ങി. തുടർന്ന് കളി നിർത്തിയപ്പോൾ പന്ത് നിർമ്മാണം തൊഴിലാക്കി. പഠിച്ചു നടന്ന കാലയളവിൽ പന്ത് കളിക്കാൻ വേണ്ടി പന്ത് കുത്തിക്കാൻ കൊണ്ടുവരുന്ന കാലയളവായിരുന്നു അന്ന് കാലത്ത്. പന്ത് കുത്തുകാരിക്കെ ചെന്നാൽ നമ്മുടെ സൗകര്യത്തിന് നല്ല പന്തുകൾ ഉണ്ടാക്കി കിട്ടാൻ ബുദ്ധിമുട്ട് വന്ന സമയത്ത് അന്ന് പന്ത് കുത്തുന്ന ആള് ചെയ്യുന്ന രീതിയിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പന്ത് കുത്താൻ ആരംഭിക്കുകയും ആരംഭത്തിൽ പന്ത് വികൃതമായ രൂപത്തിൽ കിട്ടുകയും അതിൻ്റെ കേടുപാടുകളും കുറ്റഗുണങ്ങളും കണ്ടുപിടിച്ച് കുറേശ്ശെ ആയിട്ട് അത് മാറ്റി ഇന്നത്തെ നിലവിലെ പന്തുണ്ടാക്കാനായിട്ട് 2 വർഷത്തെ കാലത്തോളവും ഞാൻ സമയമെടുത്തു. ആദ്യ കാലയളവിൽ ആ സമയം പന്തുകളി നിർത്തി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പന്ത് കിട്ടാതെ വന്നപ്പോൾ സാഹചര്യത്തിൽ പന്ത് കളിക്കാൻ വേണ്ടി വീണ്ടും പന്ത് കുത്ത് സജീവമായി പ്രവർത്തിച്ചു. അങ്ങനെ ഇത് ഒരു തൊഴിലായിട്ട് സ്വീകരിക്കുകയായിരുന്നു. പന്ത് നിർമ്മാണത്തിന് 2 ദിവസങ്ങളുടെ പ്രയത്നം വേണം. കളി പോലെ തന്നെ വെയിൽ മാഞ്ഞു തുടങ്ങിക്കഴിയുമ്പോഴാണ് പന്തു നിർമ്മാണം തുടങ്ങുന്നത്. എരുമക്കിടാവിന്റെ ഊറക്കിട്ട തോൽ വട്ടത്തിൽ മുറിച്ചെടുക്കുന്നതാണ് ആദ്യപടി. ഇത് വെള്ളത്തിലിട്ട് പാകപ്പെടുത്തും. ഇതിൽ ആണികൊണ്ട് 32 ദ്വാരങ്ങളിടും. 20-ാം നമ്പർ കുഴി നൂൽച്ചാടിൽ കയറ്റി പിരിച്ചെടുത്ത് ഈർക്കിലിന്റെ സഹായത്തോടെ തുന്നിയെടുക്കുമ്പോൾ രാത്രി വൈകിയുള്ള ആദ്യ ദിനത്തിലെ പണികൾ കഴിയും. രാവിലെ പണി പുനരാരംഭിക്കും. വെള്ളത്തിലിട്ട് പാകപ്പെടുത്തി തുന്നിയ തുകൽ സഞ്ചിയിലേക്ക് നാടൻ പഞ്ഞി നിറയ്ക്കും. തുകൽ സഞ്ചിയുടെ വലിപ്പവും പഞ്ഞിയുടെ അളവുമെല്ലാം കുഞ്ഞുമോന്റെ കൈത്തഴക്കമാണ്. അളവും തൂക്കവുമെല്ലാം മനക്കണക്കിൽ തന്നെ. പഞ്ഞി നിറഞ്ഞാൽ അത് കുഞ്ഞുമോന്റെ കൈവിരലുകൾക്കറിയാം. പിന്നീട് തുന്നൽ പൂർത്തിയാക്കി മിനുക്കുപണികൾ നടത്തി പന്തിന്റെ രൂപത്തിലാക്കും. നിർമ്മാണം പൂർത്തിയായ പന്തിന് 29 സെന്റിമീറ്റർ ചുറ്റളവും 90 ഗ്രാം തൂക്കവും ഉണ്ടാകും. ഈ
പന്തിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഈ പന്ത് പന്ത് കുത്തിയെടുക്കുന്ന തുകലിനെ ഒരേ കനത്തിലുള്ള 2 പാളി തുകലുകൾ കൂട്ടി നൂലുകൊണ്ട് ബന്ധിച്ചാണ് ഇത് കെട്ടുന്നത്. ആ നൂലിനെ ബന്ധിച്ച് കെട്ടുന്നത് അത് കോട്ടൺ നൂല് കൊണ്ട് മാത്രമേ അത് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. ആ കോട്ടൺ നൂലുകൾക്ക് ഉണ്ടാക്കുന്ന ഈ പന്തുകൾക്ക് ഈ കൂടുതൽ ലാസ്റ്റിങ് കിട്ടും. ഈ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് വലിച്ചാൽ നിൽക്കത്തില്ല, തോല് പെട്ടെന്ന് തേഞ്ഞ് പൊട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കോട്ടൺ നൂല് എടുക്കുന്നത്. ഒരു പന്തിൻ്റെ കിഴുത്തെന്ന് പറയുമ്പോൾ 32 മുതൽ 33 കിഴുത്ത വരെ ഒരു പന്തിൻ്റെ റൗണ്ടിലുള്ള കിഴുത്തകൾ വരും. ഓരോ പന്ത് നിർമ്മിക്കുമ്പോഴും കുഞ്ഞുമോന്റെ മനസ്സിൽ നിറഞ്ഞ ഗാലറികളുടെ ആരവങ്ങൾക്കിടയിൽ ആവേശകരമായ ഒരു നാടൻ പന്തുകളി തന്നെ നടക്കുന്നു. ബുദ്ധിയും കരവിരുതും ഒരു കളിക്കളം പോലെ വികസിക്കും. അതുകൊണ്ട് തന്നെ കളിയുടെ ആവേശം ഒട്ടും ചോർന്നു പോകാത്ത സാങ്കേതിക തികവുള്ള പന്തുകളാണ് കരിപ്പാലിന്റെ കൈകൾ നെയ്തെടുക്കുന്നത്. കളിക്കളത്തിൽ തീ പാറണമെങ്കിൽ കളിക്കാരുടെ ശരീരത്തിനും മനസ്സിനുമിണങ്ങിയ പന്തുകൾ വേണം. പന്തിന്റെ തുന്നലിലും പഞ്ഞി നിറയ്ക്കുന്നതിലും വലിപ്പം നിർണ്ണയിക്കുന്നതിലും വൈദഗ്ധ്യമുള്ള ആളിനു മാത്രമേ നല്ല പന്തുകൾ ഉണ്ടാക്കാൻ കഴിയൂ. നിർമ്മാണത്തിൽ പാളിച്ച പറ്റിയാൽ അത് കളിയെയും കളിക്കാരുടെ ആരോഗ്യത്തെയും ബാധിക്കും. 4 പതിറ്റാണ്ടു നീണ്ട പന്തു നിർമ്മാണത്തിനിടയിൽ പന്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കരിപ്പാലിന് മാത്രമറിയാവുന്ന ചില നമ്പറുകളും പ്രയോഗിക്കും. അത് ട്രേഡ് സീക്രട്ട്. അതുതന്നെയാണ് കരിപ്പാൽ പന്തിന്റെ പ്രത്യേകതയും. റൗണ്ടായിട്ട് ചെത്തിയെടുക്കുന്ന തുകലുകൾ ആ തുകലിൻ്റെ വെള്ളത്തിൽ നനച്ചതിന് ശേഷം അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നു. ഓവൽ ഷേപ്പായിട്ട് രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട്. ആ ഓവൽ ഷേപ്പായിട്ട് രൂപാന്തരപ്പെട്ട് വരുന്നത് തുകലുകൾ വീണ്ടും അത് റൗണ്ട് ആക്കിയതിന് ശേഷം മാത്രമേ അത് കിഴിക്കാനായിട്ട് ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ. കിഴിക്കാൻ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ കനവ്യത്യാസങ്ങൾ കമ്പിക്ക് തേച്ച് ലെവലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു ക്രിയ എന്ന് പറയുന്നത്. അതായത് 2 തുകലുകളും ഒരേ കനത്തിൽ ചെത്തിയെടുത്ത് ശേഷം ചെത്തി ലെവലാക്കി മിനുക്കിയെടുത്തിട്ട് ചവും തള്ളിക്കളഞ്ഞിട്ട് ശേഷമാണ് ഇത് കിഴിക്കാനായിട്ട് രൂപാന്തരപ്പെടുത്തി എടുക്കുകയുള്ളൂ. ഇതിനിടെ നാടൻ പന്തുകളിയെയും കളിക്കാരെയും ടൂർണമെന്റുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പഴയകാല കളിക്കാർ കോട്ടയം ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടി. ഇവരുടെ പ്രയത്നഫലമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ നേറ്റീവ് ഫുട്ബോൾ അസോസിയേഷൻ രൂപം കൊണ്ടു. ഇപ്പോൾ അസോസിയേഷനാണ് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന കളികളെ ഏകോപിപ്പിക്കുന്നത്. കളിക്കൊപ്പം കളിക്കാർക്കും കളിക്കാൻ ഉപയോഗിക്കുന്ന പന്തിനു പോലും അസോസിയേഷൻ നിബന്ധനകൾ വച്ചു. അസോസിയേഷൻ പന്തിനൊരു സ്റ്റാൻഡേർഡ് സൈസ് വെച്ചിട്ടുണ്ട്, വലിപ്പം. ആ വലിപ്പം അനുസരിച്ചാണ് ഇപ്പം കരിപ്പാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പന്ത്. അതിനകത്ത് പിന്നെ ഈ തുകലിൻ്റെ വ്യത്യാസം അനുസരിച്ച് ക്വാളിറ്റി മാറ്റം വരും. തോല് മോശമാണെന്ന രീതിയിൽ കുറച്ചടിച്ച് കഴിയുമ്പോഴത്തേക്ക് പന്ത് തീരെ കനം കുറഞ്ഞ് പഞ്ഞി മാതിരി ആകും. കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അടി ഉയർത്തി വിട്ടുമ്പോൾ ഇത് പറന്നു പോകും, ശരിയായ സ്ഥാനത്ത് പന്ത് ചെല്ലിയില്ല. അങ്ങനെ ഒരു ദോഷം ചില പന്തുകൾക്ക് വരാറുണ്ട്. പക്ഷേ ടൂർണമെന്റുകൾക്ക് വേണ്ടിയിട്ട് പുള്ളി ഉണ്ടാക്കുന്ന പന്തുകളൊക്കെ പ്രത്യേകം തെരഞ്ഞെടുത്ത തോലുകൊണ്ട്. പന്ത് നിർമ്മാണം പരീക്ഷിച്ചു പരാജയപ്പെട്ടതോ മറ്റുള്ളവർക്ക് താൽപര്യമില്ലാഞ്ഞിട്ടോ ദേശീയതലത്തിലുള്ള കായിക ഇനം അല്ലാത്തതിനാൽ വൻകിട ബ്രാൻഡുകളില്ലാത്തതോ ആകാം ഈ രംഗത്ത് കരിപ്പാൽ ബ്രാൻഡ് നാടൻ പന്തിന് വിപണിയിൽ എതിരാളികളില്ല. കളിയെ സ്നേഹിക്കുന്ന ഒരു പഴയ കളിക്കാരനപ്പുറം 6 മാസം നീണ്ടു നിൽക്കുന്ന നാടൻ പന്തുകളി സീസന്റെ കച്ചവട സാധ്യതയും ഈ കോട്ടയത്തുകാരൻ മാത്രമാണ് നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു സീസണിൽ 800 പന്തുണ്ടാക്കും. കടകൾക്ക് 150 രൂപയ്ക്ക് നൽകും. പ്രയത്നവും സാധന സാമഗ്രികളുടെ വിലയും വച്ച് നോക്കുമ്പോൾ ഈ തുക കുറവെന്നാണ് കുഞ്ഞുമോന്റെ പക്ഷം. പന്ത് നിർമ്മാണത്തിലെ ഈ കുത്തക വരും തലമുറയ്ക്ക് മുമ്പിൽ തുറന്നുകൊടുക്കുവാൻ കരിപ്പാൽ തയ്യാറാണ്. കളിയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ കടന്നുവരാം. ചില നിബന്ധനകൾ മാത്രം. ഈ 6 മാസക്കാലത്തെ കൊണ്ടുള്ള ജീവിതം ഒരുപാട് തൊഴിലായിട്ട് തുടങ്ങിയാൽ അത് ഒരു കുടുംബം പുലർത്തിക്കൊണ്ട് പോകാൻ ഒരു വ്യക്തിക്കും സാധിക്കില്ല. ഒരു സൈഡ് ബിസിനസ് എന്നോളം ഈ തൊഴിൽ ആരെങ്കിലും പഠിക്കാൻ തയ്യാറായിട്ട് വരികയാണെങ്കിൽ ഞാൻ പന്തുകുത്ത് നിന്ന് നിർത്തുന്നു. അതിൻ്റെ 1 വർഷം മുമ്പ് അസോസിയേഷൻ മുഖേന രേഖാമൂലം ഞാൻ അറിയിക്കുകയും അതിന് താല്പര്യമുള്ള ഏത് കുട്ടികൾ മുന്നോട്ട് വന്നാലും പഠിപ്പിക്കാനും ഞാൻ തയ്യാറാണ്, അവനവരുടെ ചെലവിൽ. 40 വർഷം മുമ്പ് വരെ ടൂർണമെന്റുകൾക്കൊഴികെ തുണിപ്പന്തും ഉപയോഗിച്ചിരുന്നു. എന്നാൽ 1960 ശേഷം ഇന്നു കാണുന്ന തുകൽപന്ത് നാടൻ പന്തുകളങ്ങൾ പൂർണ്ണമായും കൈയടക്കി. കോട്ടയത്തിന് പുറത്ത് മറ്റു സ്ഥലങ്ങളിൽ തലപ്പന്ത്, ചക്കരപ്പന്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന കളിക്ക് വ്യത്യസ്തമായ പന്തുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നാടൻ പന്തുകളിക്ക് കരിപ്പാലിന്റെ സ്വന്തം പന്തു തന്നെ വേണം.
കളികൾക്കും കളിക്കാർക്കും കായിക പ്രവർത്തകർക്കും എന്നും നേതൃത്വം നൽകുന്ന സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നാടൻ പന്ത് കളിയുന്ന ഈ പുരാതന കായിക രൂപത്തെ ഇനിയെങ്കിലും ഏറ്റെടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാകണം. ഒപ്പം കരിപ്പാൽ കുഞ്ഞുമോൻ എന്നയാളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും വേണം. പന്ത് നിർമ്മാണം അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിനാവശ്യമായ നടപടികൾക്ക് അധികൃതർ തന്നെ നേതൃത്വം നൽകണമെന്നും കാഴ്ചയ്ക്കപ്പുറം ആഗ്രഹിക്കുന്നു. മനുഷ്യജീവിതം എന്നും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഈ വെല്ലുവിളികൾ തന്നെയാണ് മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിന് പ്രചോദനവും. പ്രതിസന്ധികളെ അതിജീവിക്കുന്നവൻ വിജയം കൊയ്യും. അവിടെ വൈകല്യമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ല. ഇത്തരത്തിൽ ഏവർക്കും പ്രചോദനമാകുന്ന ഒരു വ്യക്തിയെ കാഴ്ചയ്ക്കപ്പുറത്തിലൂടെ പരിചയപ്പെടാം. ആലപ്പുഴ തുമ്പോളി സ്വദേശി ബാബുവിന്റെ ജീവിതം ഏവർക്കും മാതൃകയാണ്. അരയ്ക്കു താഴെ തളർന്നുപോയിട്ടും മനസ്സു തളരാതെ ബാബു തന്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നു. ഊന്നുവടികളുടെയും തളരാത്ത മനസ്സിന്റെയും കരുത്തിൽ. ആലപ്പുഴ തുമ്പോളിയിലെ 3 മുറി മാത്രമുള്ള വേലമ്പറമ്പ് വീട്ടിൽ ബാബുവിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ആരുടെയെങ്കിലും സഹായത്തോടെയാണ്. എന്നാൽ ഓരോ ദിവസവും ഇയാൾ സ്വയം പരീക്ഷണങ്ങൾ നടത്തുന്നു, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ. പല ദിവസങ്ങളിൽ അങ്ങനെ നടത്തുന്ന പരിശ്രമങ്ങളിലൂടെ തോറ്റും വിജയിച്ചുമാണ് 3 കിലോമീറ്റർ അകലെയുള്ള പൂങ്കാവിലെ വാടകമുറിയിലെ STD ബൂത്തിലേക്കെത്താൻ ബാബു പരിശീലിച്ചത്. ബാബു കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തന്നെ ശ്രമകരമായ ഒരു അഭ്യാസത്തിലൂടെയാണ്. സ്വയം കണ്ടെത്തിയ ചില നീക്കങ്ങളിലൂടെയും സഹായിയായ സ്ത്രീയുടെ സഹായത്തോടെയും അരയ്ക്ക് താഴേക്ക് തളർന്ന തന്റെ ശരീരം ക്രച്ചസിൽ കയറ്റി മുന്നോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ 2 കാലിൽ നിലത്തു ചവിട്ടി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് നന്ദി പറഞ്ഞു പോകും. ഓട്ടോറിക്ഷയുടെ സഹായം എനിക്ക് ഭയങ്കര അടിയന്തര ആവശ്യം. കാരണം ഒരാളെ സഹായത്തിന് വിളിക്കാന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമൊക്കെ സഹായത്തിനുണ്ട്. പക്ഷെ ഓട്ടോറിക്ഷക്കാർ അങ്ങനെയല്ല. അവരൊരു ചെറിയൊരു കൂലി വാങ്ങിച്ചുകൊണ്ട് സഹനത്തോടുകൂടി എത്ര നേരം വേണ്ടി എന്നെ പൊക്കി ഇരുത്തി ഇവിടെ കൊണ്ടിറക്കി വീൽ ചെയർ ഇരിക്കുന്ന ഒരു സന്മനസ് കാട്ടുന്നുണ്ട്. ആരും ഇതുവരെ തടസ്സം നിന്നില്ല. ചെയ്യാനുള്ള കാരണം പുള്ളിക്ക് അവശതയാണ്. ഇങ്ങനെ 2 കാലും സ്വാധീനമില്ലാത്തൊരു മനുഷ്യരല്ല. അപ്പോൾ പുള്ളിക്ക് ഒരു തൊഴിൽ ചെയ്യുന്നതല്ലേ പുള്ളി. അപ്പോൾ ആ ഒരു മാന്യത പുള്ളിയോട് ഞങ്ങളും കാണിക്കുന്നുണ്ട്. ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനാണ് അതിന് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഓട്ടോക്കാരെന്ന് വെച്ച്. കഷ്ടപ്പാടിന്റെയും പരാശ്രയത്തിന്റെയും സിൽവർ ജൂബിലിയിലേക്ക് എത്തിയിട്ടും നമ്മൾ പഴിക്കുന്ന വിധിയെ ഒരിക്കലും ബാബു പ്രതിസ്ഥാനത്ത് നിർത്തുന്നില്ല. STD ബൂത്തിലേക്കുള്ള യാത്രയ്ക്കായി ഓട്ടോ കിട്ടുന്നിടത്തേക്ക് എത്താൻ 150 മീറ്ററോളം നടക്കണം ബാബുവിന്. ഉറപ്പില്ലാത്ത പഞ്ചാരമണലിൽ ക്രച്ചസ് അമർത്തിയുള്ള നടത്തം പലപ്പോഴും അവസാനിക്കുന്നത് വായിൽ മണ്ണ് നിറയുമ്പോഴാണ്. 24-കാരനായിരുന്ന ബാബുവിന്റെ ജീവിതം താളം തെറ്റിച്ച അപകടമുണ്ടായത് 1987 ജൂലൈയിലാണ്. ചുറുചുറുക്കോടെ ഓടി നടന്നിരുന്ന യുവാവ് ജീവനുള്ള ശരീരമായി കട്ടിലിലേക്ക് എത്തിയ സംഭവം പറയുമ്പോൾ തന്നെ ബാബുവിന്റെ കണ്ണിൽ ഭയം ഓടിയെത്തും. മുംബൈയിലേക്ക് പ്രകൃതിവാതകം കൊണ്ടുപോകേണ്ട കുഴൽ ഉറപ്പിക്കുന്ന പണിയിലായിരുന്നു ബാബുവും സംഘവും. ക്രെയിൻ ഉയർത്തിയിരുന്ന കൂറ്റൻ ഗോൾവാൽവ് പ്ലാറ്റ്ഫോമിലേക്ക് തകർന്നു വീണ് ബാബു ഉൾപ്പെടെ 6 പേർ താഴേക്ക്. താഴെക്കിടന്ന വമ്പൻ കുഴലിൽ നടുവടിച്ചാണ് ബാബു വീണത്. തുടർന്ന് വിവിധ ആശുപത്രികളിലെ മനമടുപ്പിക്കുന്ന അന്തരീക്ഷങ്ങൾ. വെല്ലൂരിലെ ഡോക്ടർമാരാണ് ഇപ്പോൾ നടക്കുന്നതുപോലെ നടക്കാൻ ബാബുവിനെ പരിശീലിപ്പിച്ചത്. ഒരാളുടെ സഹായം ജീവിതത്തിൽ അത്യാവശ്യമാണെങ്കിൽ കൂടി വിവാഹം ബാബു ഒഴിവാക്കി. പലപ്പോഴായി ബാബുവിന്റെ അവസ്ഥയറിഞ്ഞ് സ്വയം മുന്നോട്ട് വന്നവരെയും ബാബു പിന്തിരിപ്പിച്ചു. മരണം വരെ തന്റെ ഒപ്പം തുടരുന്ന കഷ്ടപ്പാടുകൾക്കിടയിലേക്ക് മറ്റൊരാൾ കൂടി വേണ്ട എന്ന തീരുമാനം ഇപ്പോഴും ബാബു തുടരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് വിവാഹം കഴിക്കാഞ്ഞത്. പലരും സന്മനസ്സുമായിട്ട് വന്നിട്ടും ജീവിതത്തിൻ്റെ പ്രതിസന്ധി കൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാഞ്ഞത്. അപ്പോൾ ജീവിക്കണമെങ്കിൽ ഒരു വരുമാനം വേണം. ആ വരുമാനം കണ്ടെത്താനുള്ളൊരു മാർഗമാണ് ഇപ്പോൾ ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയിൽ നിന്ന് ആകെ ലഭിച്ച 90,000 രൂപയുടെ നഷ്ടപരിഹാര തുക കൊണ്ട് സഹോദരിയെ വിവാഹം ചെയ്തു കൊടുത്തു. കൂലിപ്പണിക്കാരായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും വിശപ്പിന്റെ വിളിയും ദൈന്യതയുമാണ് ബാബുവിനെ പിന്നീട് നടത്തിച്ചത്. പൂങ്കാവിൽ നടത്തുന്ന STD ബൂത്താണ് ബാബുവിന്റെ ഏക വരുമാന മാർഗം. ഞാൻ ഇവിടെയാണ്, കലൂരാണ് താമസിക്കുന്നത്. അവിടുന്ന് ഇവിടെ വന്ന് ഞാൻ എപ്പോഴും റീചാർജ് ചെയ്യാറുള്ളൂ. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് ചേട്ടൻ ജീവിക്കുന്നതും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ചെയ്യുന്നതും. ആ ഒരു ചെറിയ സഹായം എന്നാലായത് ഞാൻ ചെയ്യുന്നത്രയാണ്. വയറിനടിയിൽ കെട്ടിയിട്ടിരിക്കുന്ന യൂറിൻ ബാഗുമായാണ് ബാബുവിന്റെ നടത്തം.
നിറയുമ്പോൾ ഈ ബാഗ് മാറാൻ പോലും ബാബുവിന് പരസഹായം വേണം. ചർമ്മം പൊട്ടാതിരിക്കാനുള്ള പ്രത്യേക പൗഡർ, ഡ്രസ്സിംഗ് മരുന്നുകൾ, യൂറിൻ ബാഗ്, ഗ്ലൗസുകൾ, മരുന്ന് തുടങ്ങി ആഴ്ചയിൽ 2000 രൂപയോളം ചെലവുണ്ട് ബാബുവിന്. ഇതിനുള്ള പണം കണ്ടെത്താൻ പോലും ആവാതെ വിഷമിക്കുകയാണ് ബാബു. ജീവിത സാഹചര്യങ്ങളെ മനസാന്നിധ്യത്തോടെ നേരിട്ട ബാബുവിന് മുന്നിൽ തകർന്നു വീഴാറായ വീടും നഷ്ടത്തിലായ STD ബൂത്തും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എങ്കിലും ബാബു നടക്കുകയാണ്. കാരണം നിന്നുപോയാൽ ആഹാരത്തിനും മറ്റുള്ളവർ സഹായിക്കണം. STD ബൂത്തുകളുടെ പരാജയമാണ് എല്ലാത്തിനും ഒരു ആഘാതമായത്. അപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ഒരു പുതിയ തൊഴിൽ മേഖല കണ്ടെത്തിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ജീവിക്കാൻ. ആത്മവിശ്വാസം, അതാണ് ബാബുവിന്റെ ജീവിത വിജയത്തിന്റെ സൂത്രവാക്യം. കാഴ്ചപ്പാടുകളാണ് ജീവിതത്തിന്റെ സുഗമമായ യാത്രയ്ക്ക് പിൻബലം. പ്രതിസന്ധികളെ വെട്ടിനിരത്തി വിജയഗാഥ തീർക്കുന്ന ബാബുവിന് കാഴ്ചയ്ക്കപ്പുറത്തിന്റെ 1000 ആശംസകൾ. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും ഭക്തിയുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും പകർന്നാട്ടത്തിലേക്കാണ് കാഴ്ചയ്ക്കപ്പുറം ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ലോകത്തെ അതിശയിപ്പിക്കുന്ന അതിസാഹസികമായ തീർത്ഥാടന കേന്ദ്രമാണ് കൈലാസം. കൈലാസയാത്രയിൽ മനസ്സിൽ പകർത്തിയ ചിത്രങ്ങൾക്ക് പുനർജന്മം നൽകുകയാണ് ചോറ്റാനിക്കര സ്വദേശിയും തിരുവനന്തപുരത്ത് സ്ഥിര താമസക്കാരിയുമായ രാജ നന്ദിനി. ദേവഭൂമിയിലൂടെയുള്ള തന്റെ യാത്രയുടെ പരമമായ ആനന്ദം വർണ്ണങ്ങളിൽ ചാലിച്ചെഴുതുകയാണ് ഈ വീട്ടമ്മ. ശിവപാർവതി സംഗമത്തിന്റെ അപൂർവ സൗന്ദര്യം ഓരോ ചിത്രത്തിലും നിറയുന്നു. ഈശ്വരൻ പ്രകൃതിയിൽ കുടികൊള്ളുന്നു എന്ന സന്ദേശം സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന രാജനന്ദിനി ഒരിക്കൽ പോലും ചിത്രകല അഭ്യസിച്ചിട്ടില്ല. 2010 രാജനന്ദിനി കൈലാസയാത്ര നടത്തിയത്. അഴിഞ്ഞുലഞ്ഞ നീലപ്പുടവ പോലെ മാനസ സരസും നീഹാരമണിഞ്ഞ കൈലാസവും കാഴ്ചക്കാരിലുണ്ടാക്കുന്ന അനുഭൂതി വർണ്ണനാതീതമാണ്. യാത്രയിലെ ഓരോ അനുഭവവും ഓരോ കാഴ്ചയും പ്രകൃതിയുടെ തരളമായ ഭാവതീവ്രതയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കലാകാരി വരച്ചിരിക്കുന്നത്. ലോകത്തൊരിടത്തും ഇത്ര മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രകൃതിയെ കാണാൻ പറ്റില്ല. നിശബ്ദമായ സൗന്ദര്യം പ്രകൃതിയുടെ. അവിടെ എത്തുന്ന ഏതൊരു യാത്രികനും ഒരു മെഡിറ്റേഷൻ മൂഡിലേക്ക് പോകും. പ്രകൃതിയുടെ ഭംഗി മാത്രമല്ല, അവിടുത്തെ സൈലൻസ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. തന്റെ രചനകളെ മതത്തിന്റെ ലേബലിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഇവർ പ്രകൃതിയുടെ മനോഹാരിത കാഴ്ചക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമഫലമായാണ് കൈലാസയാത്ര ക്യാൻവാസിൽ പകർത്താൻ ആരംഭിച്ചത്. സത്യത്തിൽ ഇതൊരു മതപ്രചരണമല്ല. എൻ്റെ ഈ ചിത്ര പ്രദർശനം ഒരു പ്രകൃതിയെ പരിചയപ്പെടുത്തലാണ്. പ്രകൃതിയിൽ തന്നെയാണ് അമ്പലം, പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്നുള്ള തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു എക്സിബിഷന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത്. ചെറുപ്പത്തിൽ താൻ അനുഭവിച്ച ഏകാന്തത അവരെ പ്രകൃതിയെ നിരീക്ഷിക്കാനും കൊച്ചു കവിതകൾ രചിക്കാനും പ്രേരിപ്പിച്ചു. ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തുമായി തന്റെ 60ഓളം ചിത്രങ്ങൾ വിറ്റുകഴിഞ്ഞു ഈ വീട്ടമ്മ. ഇവർ വരച്ച ഓരോ ചിത്രവും നമ്മെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അവിടേക്കൊരു യാത്ര നടത്താൻ കൊതിപ്പിക്കും. ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്തത്ര മനോഹരമായ സാഗരയിലെ മേഘങ്ങളും മാനസ സരോവറിലെ അരയന്നങ്ങളും എന്തെന്നറിയാത്ത അനുഭൂതിയാണ് കാഴ്ചക്കാരന് നൽകുന്നത്. ആകെ 41 ചിത്രങ്ങളാണ് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 21 പൂർത്തിയായി കഴിഞ്ഞു. ഒരു ചിത്രം പൂർത്തിയാക്കാൻ 2 ആഴ്ചയോളം എടുക്കും. ഒരു മാസം 3 ചിത്രങ്ങൾ വരെ പൂർത്തിയാക്കാറുണ്ടെന്ന് രാജനന്ദിനി പറയുന്നു. തന്റെ ചിത്രങ്ങളെല്ലാം ഡിസംബർ 15 പൂർത്തിയാകുമെന്നാണ് രാജനന്ദിനിയുടെ പ്രതീക്ഷ. ഈ ചിത്രങ്ങളിലെല്ലാം വച്ച് ഇവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് സോഷ്യലിസം പ്രസംഗിക്കുന്ന ചൈനയുടെ ദാരിദ്ര്യം വിളിച്ചു പറയുന്ന ചിത്രവും
നേപ്പാൾ ടിബറ്റ് ബോർഡറിലെ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജുമാണ്. കണ്ട കാഴ്ചകൾക്ക് നിറച്ചാർത്ത് നൽകി വർണ്ണങ്ങളുടെ ലോകത്തെത്തിക്കുകയാണ് രാജനന്ദിനി. പ്രകൃതി സൗന്ദര്യം ക്യാൻവാസിലേക്ക് പകരുമ്പോൾ ആസ്വാദകർക്ക് അത് നവ്യ അനുഭവമാകുന്നു. ഒറ്റപ്പെടലിന്റെ ലോകത്തു നിന്നും പ്രകൃതി സൗന്ദര്യത്തിന്റെ മാസ്മരിക ലോകത്തിലെത്തിയ രാജനന്ദിനിക്ക് കാഴ്ചയ്ക്കപ്പുറം എല്ലാ ആശംസകളും നേരുന്നു. നീതിയുടെ വെളിച്ചവും സ്നേഹസാന്ത്വനങ്ങളുടെ സാമീപ്യവും അന്യമായ ജീവിത ചിത്രങ്ങളെ സുമനസ്സുകൾക്ക് പരിചയപ്പെടുത്തുന്ന മാധ്യമധർമ്മമാണ് ഞങ്ങളുടേത്. വാർത്താവേഗതയിൽ കടന്നുപോകുന്ന ഈ ദൃശ്യങ്ങൾക്ക് കൈത്താങ്ങാകാൻ പ്രേക്ഷകരുടെ സഹായവും ഞങ്ങൾ തേടുന്നു. വേറിട്ട വാർത്താചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾക്ക് എഴുതുക. ഒപ്പം നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സ്വാഗതം ചെയ്യുന്നു. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, കാഴ്ചയ്ക്കപ്പുറം, ജയന്ത് TV, ഫോർട്ട് PO, തിരുവനന്തപുരം 23. വീണ്ടും അടുത്തയാഴ്ച. ജയ് ഹിന്ദ്.